നോമ്പ് ചിന്ത 35-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. സത്പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രമാണം ചെയ്യാൻ രജിസ്ട്രാർ ഓഫീസിൽ പോകും. പക്ഷേ നമുക്ക് പ്രമാണം ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ കോപ്പി കിട്ടണമെന്നില്ല. അപ്പോൾ ആധാരം എഴുതിയയാൾ നമ്മളോട് പറയും, അത് 20 ദിവസം കഴിയുമ്പോൾ കോപ്പി കിട്ടും. എന്തുകൊണ്ടാണ് നിയമപ്രകാരം 20 ദിവസം താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആർക്കെങ്കിലും ആക്ഷേപം ഉന്നയിക്കാൻ സർക്കാർ ഒരു സമയം കൊടുക്കുന്നതാണെന്ന്. നമ്മുടെ അവകാശത്തിൽ വേറെ ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ പോക്കുവരവ് ചെയ്യാൻ പറ്റില്ല, നികുതി അടയ്ക്കാൻ പറ്റില്ല, നമ്മുടെ സ്വന്തമാക്കി ഉപയോഗിക്കാനും പറ്റില്ല. പലപ്പോഴും ഇതുപോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും സംഭവിക്കും. നമ്മൾ നോമ്പുകാലത്ത് അനേകം പുണ്യപ്രവർത്തികളും പരസ്നേഹപ്രവർത്തികളും പ്രാർത്ഥനാ ജീവിതവും ശക്തമാക്കുകയും പുഷ്കലമാക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ ആധ്യാത്മികതയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. അതുകൂടി നമ്മൾ ഉറപ്പാക്കണം. കാരണം ഇക്കാലത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം അടുത്തുള്ളവരെ പോലും നമുക്കറിയില്ല എന്നതാണ്. അയൽവാസികൾ ആരൊക്കെയാണെന്ന് പോലും ചിലർക്ക് അറിയില്ല. മറ്റുള്ളവൻ്റെ ഗതികേടുകളെക്കുറിച്ച് ചിലർക്ക് ആകുലതകളേയില്ല. അതൊന്നും എൻ്റെ കാര്യമല്ല എന്ന ചിന്തയാണ് അവർക്ക്. ഇവരൊക്കെ അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ട് അവിടെ കുറച്ച് പൈസ കൊടുത്തിട്ട് പോകും. ചിലർ അവിടെ കുറച്ചു നേരം ചെലവഴിക്കും. അപ്പോൾ തങ്ങളുടെ എല്ലാ കടമകളും തീർന്നെന്ന് അവർക്ക് തോന്നും. പക്ഷേ മനുഷ്യരുടെ മുന്നിൽ ഇതെല്ലാം ഓക്കെയാണ്. എന്നാൽ ദൈവം നമ്മുടെ പ്രവർത്തികളുടെ മേൽ ആക്ഷേപം ഉന്നയിച്ചാൽ നമ്മൾ ചെയ്യുന്ന സത്പ്രവർത്തികളുടെ ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. പ്രമാണം പോക്കുവരവ് ചെയ്ത് കിട്ടാത്തതുപോലെ തന്നെ ഒരു അധികാര നഷ്ടം, അതായത് സത്പ്രവർത്തികളുടെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം. ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ ഫരിസേയൻ്റെ സത്പ്രവർത്തികൾ ആക്ഷേപരഹിതമല്ലായിരുന്നു എന്നുള്ള സൂചനയാണ് അവിടെയുള്ളത്. സത്പ്രവർത്തികൾ ചെയ്യാം, പക്ഷേ ദൈവം അതിൽ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാൻ നോമ്പുകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം.